എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ ആ നേവി ഫോഴ്സ് അവരാണെങ്കിൽ ലൂച്ചിയും ലൂഫിയും രണ്ടുപേരും ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു കപ്പലിലേക്ക് പുറഞ്ച് ഷൂട്ട് ചെയ്യും. ലൂഫിക്ക് മനസ്സിലാവും ഇനിയും ഇവിടെ തന്നെ നിൽക്കുകയാണെങ്കിൽ ഈ കപ്പലിന്റെ കൂടെ ഞാനും കത്തിക്കരിഞ്ഞു പോവും. എത്രയും പെട്ടെന്ന് ഇവിടുന്ന് എസ്കേപ്പ് ആവണമെന്ന് പറഞ്ഞ ലൂഫി അവന്റെ ബോഡിയിലെ എയർ അതങ്ങനെ ഡിസ്ചാർജ് ചെയ്യും. എയർ പോയ ഫോഴ്സിൽ നമ്മുടെ ചെക്കൻ അവൻ തെറിച്ചു പോയി ഒരു ബിൽഡിങ്ങിന്റെ മുകളിൽ വീഴും. ലൂഫി ഓൾറെഡി തേർഡ് ഗിയറിലായതുകൊണ്ട് തന്നെ ഇപ്പൊ അവന്റെ പവർ മുഴുവൻ റിലീസ് ചെയ്തപ്പോ ഉണ്ടായിരുന്ന മുഴുവൻ പവറും പോയി. പാവം നമ്മുടെ ലൂഫി അവനൊരു കുഞ്ഞു ലൂഫിയായി മാറി. ലൂഫിക്കാണെങ്കിൽ അവന്റെ ഹാർട്ട് ബീറ്റ് കൂടും. കാരണം ഇപ്പൊ അവൻ ഒട്ടും പവറില്ല. ഈ ഒരു അവസ്ഥയില് ആ വില്ലന്റെ കയ്യിൽ പെട്ടുപോയ ഉറപ്പായാലും അവൻ ഇവരെ ചവിട്ടി കൂട്ടുമെന്ന് പറഞ്ഞ് നമ്മുടെ ചെക്കൻ ഉഷാറായിട്ട് ചാടി എഴുന്നേറ്റ് ആരും കാണാത്തൊരു ഭാഗത്തേക്ക് ഓടി ഒളിക്കും. കട്ട് ചെയ്ത ആ ലൂച്ചി വില്ലനെ കാണിക്കും. അവനാണെങ്കിൽ ആകെ കൺഫ്യൂഷൻ. ലൂഫി അവനെന്റെ അച്ഛനും അമ്മനെ കഴിഞ്ഞ് മോശമാണ്. ഇത്രയും ബാഡ് ആയിട്ടുള്ള ഒരു കുരുത്തം കെട്ട ചെക്കനെ ഞാൻ കണ്ടിട്ടില്ല. ആക്ച്വലി അവൻ എന്നോട് സീരിയസ് ആയിട്ട് ഫൈറ്റ് ചെയ്യാണോ അതോ എന്നെ പറ്റിക്കുകയാണോ? ഇത്രയും പവറുള്ള അവൻ ഉറപ്പായിട്ടും ഈ കാനോൺ ബോൾസ് കൊണ്ടൊന്നും മരിക്കാൻ യാതൊരു ചാൻസും ഇല്ല. സോ ഉറപ്പായിട്ടും അവനെ കണ്ടുപിടിച്ച് അവനെ തല്ലിക്കൊല്ലണമെന്ന് പറഞ്ഞ് ഇപ്പൊ അവൻ ഓരോ ബിൽഡിങ്ങുകളിലായിട്ട് അങ്ങനെ കയറി ഇറങ്ങുകയാണ്. അപ്പൊ അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇവിടെ ആ ജയൻസും ഫ്രാങ്കി ടീംസും അവരാണെങ്കിൽ ഒരുപാട് എപ്പിസോഡുകളായിട്ട് ഓടിക്കൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ ഓടി ഓൾമോസ്റ്റ് ആ മെയിൻ ഐലാൻഡിന്റെ ഗേറ്റിന് മുൻപിലെത്തി. ആ ഒരു ഗേറ്റ് കടന്നു കഴിഞ്ഞാൽ മറ്റൊരു ഗേറ്റ് കൂടെ ഉണ്ട്. അതും കൂടെ കടന്ന അവർ ഐലാൻഡിൽ നിന്ന് സേഫ് ആയിട്ട് പുറത്തെത്തും. അപ്പൊ അവിടുന്ന് അങ്ങനെ സൂം ചെയ്ത ലൂഫി ഉണ്ടായിരുന്ന ആ ഒരു നേവി കപ്പല് അത് മുഴുവനായിട്ട് തകർന്ന് വെള്ളത്തിലേക്ക് പോവാണ്. വില്ലനാണെങ്കിൽ അത് കണ്ട് ഭയങ്കര സന്തോഷം. അവനിപ്പോ ഫ്രാങ്കിയോട് റോബിനോട് പറയും, നിങ്ങളുടെ നേതാവ് അവൻ ഫൈറ്റ് ചെയ്തുകൊണ്ടിരുന്ന ആ ഒരു കപ്പലാണ് ഇപ്പൊ മുഴുവനായിട്ട് തകർന്ന് വെള്ളത്തിലേക്ക് പോയത്. സോ പവർഫുൾ ആയ നിങ്ങളുടെ ബോസ് ഇപ്പൊ മരിച്ചു കഴിഞ്ഞു. ഇനി നിങ്ങളെ ആരും രക്ഷപ്പെടുത്തില്ല. ഫ്രാങ്കി, നീ എന്തിനാണ് അവളെ പ്രൊട്ടക്ട് ചെയ്യാൻ ശ്രമിക്കുന്നത്? വോഹാറ ഐലാൻഡിലെ ഒരു നമ്പർ 1 ക്രിമിനൽ ആണ് അവൾ. അവളെ ഞങ്ങൾക്ക് വിട്ടു തരുന്നതാണ് നിനക്ക് നല്ലത്. അല്ലെങ്കിൽ പണ്ട് നിന്റെ ബോസ് ടോം അദ്ദേഹത്തിന് എന്ത് സംഭവിച്ചോ അത് തന്നെയായിരിക്കും നിനക്ക് സംഭവിക്കുക. ഫ്രാങ്കിക്കാണെങ്കിൽ അത് കേട്ട് കലി കയറും. അവന്റെ കൈ അതങ്ങനെ ചെയിൻ ഉപയോഗിച്ച് നീട്ടിക്കൊണ്ടുവന്ന് ആ വില്ലനിട്ട് ഒറ്റ ഇട്ടി. ആ ഒരു ഇടിയില് അവൻ തകർന്ന് താഴെ വീഴും. വില്ലൻ ദേഷ്യപ്പെട്ട് പറയും, എന്നെ കൊണ്ട് പറ്റില്ല. ഇനി ഒരു കാരണവശാലും എന്റെ മുഖത്ത് ഇടികൊള്ളാൻ ഞാൻ അനുവദിക്കില്ല. ഇത്തവണ ഞാൻ തന്നെ ഡയറക്റ്റ് ആയിട്ട് ഫൈറ്റിന് ഇറങ്ങുമെന്ന് പറഞ്ഞ് അവൻ ആ എലിഫന്റ് സ്ക്വാഡ് അത് വമ്പൻ ആക്ഷനൊക്കെ ഇട്ട് അങ്ങനെ വീശി നിൽക്കുകയാണ്. അത് കണ്ട സോൾജിയേഴ്സ് അവർ പരസ്പരം പറയും, അതാ എലിഫന്റ് സ്ക്വാഡാണ്, ഇതിന്റെ പവർ അത് അൺപ്രഡിക്റ്റബിൾ ആണ്. ഇവിടെ ഫ്രാങ്കിക്ക് ആണെങ്കിൽ ഒരു കൂസലും ഉണ്ടാവില്ല. അവൻ ഹായ് ആയിട്ട് എന്തും നേരിടാനുള്ള ചങ്കൂറ്റത്തോടു കൂടെ നിൽക്കും. പക്ഷെ ആ വില്ലൻ സ്പാൻഡം അവനാണെങ്കിൽ ഒരു വമ്പൻ ട്വിസ്റ്റ് വെച്ച് ആ വാള് കറക്കി ഒബിന് നേർക്കായിരിക്കും വലിച്ചെറിയ. അത് കണ്ട ഫ്രാങ്കി അവൻ എടുത്ത് ചാടി അവന്റെ ഫുൾ സ്ട്രെങ്ത് ഉപയോഗിച്ച് ആ വാള് പിടിച്ചു വെക്കും. പക്ഷെ എന്താ, ആ വാള് ഫ്രാങ്കിയുടെ കാലിൽ കുത്തിയിറങ്ങും. ചോര തുളുമ്പി ഒരുപാട് വേദനയിലും അവൻ ആ സ്ക്വാഡിൽ നിന്ന് പിടിപെടില്ല. ഫ്രാങ്കി ആണെങ്കിൽ വീണ്ടും ആ വാളിനോട് ദേഷ്യപ്പെട്ട് സംസാരിക്കും. നീ ഒരു എലിഫന്റ് സ്ക്വാഡല്ലേ, ഇവനെ പോലുള്ള ഒരു യൂസ്ലെസ്സിനെ പോലും നിനക്ക് തകർക്കാൻ കഴിയില്ലേ? ഫ്രാങ്കി ആണെങ്കിൽ അവന്റെ കൈ ചുരുട്ടി ആ എലിഫന്റിനെ നേർക്ക് നിൽക്കും. ഫ്രാങ്കി പറയും, നീ മര്യാദയ്ക്ക് നോർമൽ എലിഫന്റായി മാറിയില്ല എങ്കിൽ ഈ കൈ ഉപയോഗിച്ച് നിന്റെ മർമ്മത്തിൽ ഇടിച്ച് തകർത്ത് കളയും ഞാൻ. അടുത്ത സെക്കൻഡ് ആ എലിഫന്റ് അത് നോർമലാവും. ഫ്രാങ്കി അങ്ങനെ നൈസായിട്ട് ആ വില്ലനെ നോക്കും. എന്നിട്ട് വീണ്ടും ഒരു ഫ്ലാഷ് ബാക്കിലേക്ക് പോകും. ടോമിനെ ഇല്ലാത്ത കുറ്റങ്ങളൊക്കെ ചുമത്തി ആ സ്പാങ്ഡം വില്ലൻ അവൻ അറസ്റ്റ് ചെയ്ത് എനിസ് ലോബിയിലേക്ക് കൊണ്ടുപോയി. അത് കാണുമ്പോൾ തന്നെ ആ ഗ്രാൻഡ്മ ഫ്രാങ്കിയോട് ഐസ്ബർഗിനോട് പറയും, ഒരു കാരണവശാലും ടോമിനെ അവിടേക്ക് വിട്ടു കൊടുക്കരുത്. അവിടേക്ക് പോയവരാരും ഇതുവരെ തിരികെ വന്നിട്ടില്ല. ഫ്രാങ്കിക്കാണെങ്കിൽ അവന്റെ മാസ്റ്റർ അത്രയ്ക്ക് വലുതാണ്. അവനൊരു പീരങ്കി എടുത്ത് ട്രെയിൻ തടയാനായിട്ട് റെയിൽവേ ട്രാക്കിൽ പോയി നിൽക്കും. ഫ്രാങ്കി ആ ട്രെയിനിനെ പുറഞ്ച് അറ്റാക്ക് ചെയ്യും. പക്ഷെ ആ ട്രെയിനാണെങ്കിൽ ഒരു ചെറിയ സ്ക്രാച്ച് പോലും വീഴില്ല. ഉടനെ സ്പാങ്ഡം അവൻ കൊക്കോ പൈലറ്റിനോട് പറയും, ഒരു കാരണവശാലും ട്രെയിനിന്റെ സ്പീഡ് കുറയ്ക്കാനോ നിർത്താനോ പാടില്ല. ട്രെയിൻ ഫുൾ ഫോഴ്സിലെടുത്ത് അവനെ ഇട്ടിച്ച് കൊല്ല്. അടുത്ത സെക്കൻഡ് ആ ഒരു ട്രെയിൻ ഫ്രാങ്കെ ഇട്ടിച്ച് തകർക്കും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഫ്രാങ്കി അവന് മനസ്സിലാവും ടോമിനെ പ്രൊട്ടക്ട് ചെയ്യാൻ
ഞാൻ എത്രത്തോളം കഷ്ടപ്പെട്ടോ അതുപോലെ തന്നെയാണ് ഇന്ന് റോബിനെ പ്രൊട്ടക്ട് ചെയ്യാൻ സ്ട്രോ ഹാറ്റ് ടീം ഇത്രയും കഷ്ടപ്പെട്ട് ഇവിടെ വരെ എത്തിയത്. ഫ്രാങ്കിയുടെ മനസ്സിൽ ഇപ്പോഴും അന്ന് ടോം കൊല്ലപ്പെട്ടപ്പോ സ്പാങ്ഡം അവനെ നോക്കി ചിരിച്ച ആ ഒരു കൊലച്ചിരിയാണ്. ഇനി ആരുടെ മുഖത്ത് നോക്കി നീ അങ്ങനെ ചിരിക്കാൻ ഉണ്ടാവാൻ പാടില്ല എന്ന് പറഞ്ഞ് അവനാണെങ്കിൽ ആനയെ വലിച്ചു നീക്കി സ്പാങ്ഡം വില്ലന്റെ തൊട്ടടുത്തെത്തും. അതിനുശേഷം ആനയെ തൂക്കിയെടുത്ത് ഒരൊറ്റ അടി. ആ ഒരു അടിയില് ആ ഒരു ഭാഗം തന്നെ തകർന്ന് തരിപ്പണാവും. ആനയ്ക്കടിയില് നമ്മുടെ സ്പാങ്ഡം വില്ലൻ അവനോട് സ്റ്റിക്കറായി ഒരു അനക്കവും ഇല്ലാതെ കിടക്കുകയാണ്. ഫ്രാങ്കിയുടെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു ഈ വില്ലനെ തകർത്ത് കളയണോ എന്നത്. അത് സാധിച്ചത് സ്ട്രോ ഹാറ്റ് ലൂഫിയുടെയും അവന്റെ ടീമിന്റെ സഹായത്താലാണ്. സോ ഒരു കാരണവശാലും അവർക്കൊരു പോറല് പോലും ഏൽക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഞങ്ങൾക്ക് ഇവിടുന്ന് രക്ഷപ്പെട്ടേ പറ്റൂ. ആ ഷിപ്പ് ഞങ്ങൾക്ക് ആവശ്യമാണെന്ന് പറഞ്ഞ് ഫ്രാങ്കി അവനവന്റെ കൈ നീട്ടി ചുറ്റുമുണ്ടായിരുന്ന സോൾജേഴ്സിനെ മുഴുവൻ അറഞ്ചം പുറഞ്ചം ഷൂട്ട് ചെയ്ത് താഴെയിടാൻ തുടങ്ങും. ഫ്രാങ്കിയുടെ ആവേശം കാണുമ്പോ ഇപ്പൊ റോബിനും അവളുടെ കോൺഫിഡൻസ് തിരികെ കിട്ടും. മോഹാറ ഐലാൻഡില് ആ ബസ്റ്റർ കോൾ നടക്കുമ്പോ അവൾ ഒറ്റയ്ക്കായിരുന്നു. അവളെ രക്ഷിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. അവൾക്ക് സപ്പോർട്ട് കൊടുക്കാൻ ആകെ ബാക്കി ഉണ്ടായിരുന്നത് ആ ജയന്റ് മാത്രമാണ്. പക്ഷെ ഇപ്പോ അവളുടെ കൂടെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള വലിയ ടീമുണ്ട്. സോ അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തേ പറ്റൂ. കട്ട് ചെയ്ത പൗലിയും സോംബയും ആ ഫ്രാങ്കി ടീംസും അവരോടി ഓടി ആ ഗേറ്റിന്റെ ഓൾമോസ്റ്റ് തൊട്ടടുത്തെത്തി. ഇനി ആ ഗേറ്റ് അതൊന്ന് കടക്കേണ്ട സമയം മാത്രമേ അവരുടെ മുൻപിൽ ബാക്കിയുള്ളൂ. പക്ഷെ അപ്പോഴായിരിക്കും ഒരു വമ്പൻ ട്വിസ്റ്റ്. 3 നേവി കപ്പലുകള് അവരെ റൗണ്ട് ചെയ്ത് നിൽക്കുകയാണ്. ഉടനെ ആ നേവി കപ്പലിലെ വൈസ് അഡ്മിറൽ ആള് പറയും, ഒന്നും നോക്കാനില്ല, എത്രയും പെട്ടെന്ന് ഈ ടീമിനെ അവരെ ഗൺ പോയിന്റ് ചെയ്ത് ഷൂട്ട് ചെയ്ത് കൊല്ലണം. മറ്റൊരു ഭാഗത്ത് ആ സോൾജിയേഴ്സ് അവരാണെങ്കില് ഐലാൻഡിലുണ്ടായിരുന്ന സോൾജിയേഴ്സിനെ മുഴുവൻ അവരുടെ ID കാർഡ് വെരിഫൈ ചെയ്ത് ഓരോരുത്തരെയായിട്ട് കപ്പലിലേക്ക് കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ആ ഫ്രാങ്കിയൻ ടീംസ് അവര് പൗലിയോട് ചോദിക്കും, മാസ്റ്റർ നമ്മളിപ്പോ എന്താ ചെയ്യാ? അതിന് പൗലി പറയും, ഞാൻ പഴയ കാര്യങ്ങള് ഒന്നൊന്നായിട്ട് ആലോചിക്കുകയായിരുന്നു, എന്തെങ്കിലും വഴി അത് കിട്ടാതിരിക്കില്ല. പൗലിയൻ ടീം അങ്ങനെ ഫ്രീസ് ആയിട്ട് നിൽക്കും. മറ്റൊരു ഭാഗത്ത് അവർ ഓൾമോസ്റ്റ് സോൾജിയേഴ്സിനെ മുഴുവൻ ആ കപ്പലിൽ കയറ്റി കഴിഞ്ഞു. ഇനി അവരുടെ മുൻപില് അറ്റാക്ക് ചെയ്യാനുള്ള ആ അനൗൺസ്മെന്റ് മാത്രമാണ് ബാക്കി നിൽക്കുന്നത്. ആ അനൗൺസ്മെന്റ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ആൾക്കാരെ എല്ലാവരെയും ഒരു ദാക്ഷിണ്യവും കാണിക്കാതെ ഷൂട്ട് ചെയ്ത് കൊല്ലും. കട്ട് ചെയ്ത ഇവിടെ ലൂച്ചി അവൻ കറക്റ്റ് ആയിട്ട് ലൂഫിയെ കണ്ടുപിടിച്ചു. ലൂഫിക്കാണെങ്കിൽ അവന്റെ പവർ മുഴുവൻ നഷ്ടപ്പെട്ട് നിസ്സഹായനായിട്ട് നിൽക്കുകയാണ്. ഇതാണ് കറക്റ്റ് ടൈം എന്ന് മനസ്സിലാക്കിയ ലൂച്ചി അവന്റെ പവർ എടുത്ത് അതിൽ തന്നെ 3 പവർ എനേബിൾ ചെയ്ത് ലൂഫിയെ തല്ലി തല്ലി കൊല്ലുകയാണ്. നിന്റെ പവറും നിന്റെ സ്ട്രെങ്തും ഒക്കെ ഇപ്പൊ എവിടെ പോയി? ധൈര്യം ഉണ്ടെങ്കിൽ അത് കാണിക്കാൻ പറഞ്ഞ് ലൂഫിയെ ചുമരിൽ ആഞ്ഞെട്ടിപ്പിച്ച് കൈ ചുരുട്ടി ഫിംഗർ പിസ്റ്റൽ അറ്റാക്ക് അത് ഉപയോഗിക്കാനായി വരും. ലൂഫിക്കാണെങ്കിൽ അവന്റെ ഹാർട്ട് ബീറ്റ് അത് കൂടി വരും. കാരണം അവന്റെ പഴയ സ്ട്രെങ്ത് ഉള്ള ബോഡി അത് തിരികെ പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ ഉറപ്പായിട്ടും ആ വില്ലൻ അവനെ കൊല്ലും. അപ്പോഴായിരിക്കും ഒരു വമ്പൻ ട്വിസ്റ്റ്. ലൂഫി അവൻ 3rd ഗിയറിൽ ഉണ്ടായിരുന്നപ്പോ ലൂച്ചിയുടെ കാലിലടിച്ച ആ ഒരു അടി, അതിന്റെ പെയിൻ കൊണ്ട് ഇപ്പൊ അവൻ ഓടാൻ കഴിയില്ല. അവന്റെ സ്പീഡ് കുറഞ്ഞ് അവൻ 1 സെക്കൻഡ് നിന്ന് പോവും. ആ സമയത്ത് നമ്മുടെ ലൂഫി പവർ തിരികെ കിട്ടി നോർമലായി മാറും. അതേസമയം ഇവിടെ വെള്ളത്തിൽ പെട്ടുപോയ നമ്മുടെ ആൾക്കാര് അവർക്കിപ്പോഴും അതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് യാതൊരു വഴിയും തുറന്നു കിട്ടിയിട്ടില്ല. ആ ഒരു പാത്ത് അത് മുഴുവനായിട്ടും വെള്ളം കയറി നിറഞ്ഞു കഴിഞ്ഞു. പതിയെ അവിടെ മുഴുവൻ ഇരുട്ടായി വരുന്നത് കൊണ്ട് തന്നെ അവർക്കിപ്പോ പരസ്പരം ക്ലിയർ ആയിട്ട് കാണാൻ കഴിയില്ല. ഓരോരുത്തരുടെയും മുഖത്ത് ടെൻഷൻ അങ്ങനെ കയറി വരികയാണ്. പക്ഷെ പാവൻ ചോപ്പർ അവൻ ആ വെള്ളം കണ്ടപ്പോ തന്നെ അവന്റെ ബോധം പോയിരുന്നു. അപ്പൊ അവരുടെ മുൻപിലേക്ക് മത്സ്യകന്യക പോലെ എന്തോ ഒന്ന് നീന്തി വരും. അവരെ മുഴുവനായിട്ടും അതിന്റെ ചിറകില് അങ്ങനെ വാരിയെടുത്ത് മുൻപോട്ട് കൊണ്ടുപോകും. അത് മറ്റാരുമല്ല, സാക്ഷാൽ നമ്മുടെ ഗ്രാൻമയാണ് മത്സ്യകന്യകയുടെ ഗെറ്റപ്പിലേക്ക് മാറി അവരെ മുഴുവൻ രക്ഷപ്പെടുത്തി മുകളിലേക്ക് കൊണ്ടുവരിക. അങ്ങനെ ഒരു വിധത്തില് നമ്മുടെ ആൾക്കാരെല്ലാവരും സേഫായി മുകളിലേക്ക് വരുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.